ഹോർമിസ് കടലിടുക്കിലൂടെ ഒരു ഇന്ത്യൻ കപ്പൽ ഇങ്ങ് കടന്നു വന്നു. ഇറാൻ ആക്രമിച്ചില്ല. ഇന്ത്യൻ കപ്പൽ മുംബൈ തീരത്തണഞ്ഞു. ആ അണഞ്ഞത് അല്ലെങ്കിൽ ആക്രമിക്കാതിരുന്നത് ജിയെ പേടിച്ചാണ് എന്ന് പ്രമുഖരാരും പറയുന്നില്ല. കാരണം അവരടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെയും അമേരിക്കയെയുമാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും ഭയമില്ലാത്തവർക്ക് അവരെ രണ്ടുപേരെയും ഭയക്കുന്ന നമ്മുടെ ജിയെ ഭയം തോന്നി എന്ന് പറഞ്ഞാൽ ഉറി പോലും ചിരിക്കും എന്നുള്ളതുകൊണ്ട് ആരും അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നില്ലെങ്കിലും ചില ഒറ്റപ്പെട്ടവർ അവിടെയും ഇവിടെയുമൊക്കെ നിന്ന് കണ്ടില്ലേ, തൊട്ടാൽ വിവരമറിയും, കടത്തിക്കൊന്നു വന്നതിൻ്റെ ധൈര്യം കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മാതൃഭൂമി ഗുണ്ട് ചാനലിൽ പറയുന്നത് ഐക്യരാഷ്ട്രസഭയ്ക്കൊന്നുമല്ല ഇടപെടാനുള്ള, മധ്യസ്ഥ വഹിക്കാനുള്ള കഴിവ് നമ്മുടെ ജിക്കാണ് എന്നാണ് പറയുന്നത്. ജി പറഞ്ഞാൽ പറയുന്നിടത്ത് നിൽക്കും രാജ്യങ്ങളെല്ലാം എന്നാണ് മാതൃഭൂമി അവകാശപ്പെടുന്നത്. റഷ്യയുടെ മധ്യസ്ഥതയെയും അതുപോലെ ചൈനയുടെ ഇടപെടലിനെയും ഫ്രാൻസിൻ്റെ ഇടപെടലിനെയും ഒന്നും മാതൃഭൂമി മൈൻഡ് ചെയ്യുന്നില്ല. ഇടയ്ക്കിടെ മാതൃഭൂമിക്ക് സംഘികളെല്ലാം കൂടി ചേർന്ന് ഇതിനെ കാട്ടിൽ കളയണം എന്ന് പറഞ്ഞ് വലിയ ബഹളം വെക്കാറുണ്ട്. കാരണം അവരുടെ ഒരു തലോടൽ എപ്പോഴും മാതൃഭൂമിക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവർ പ്രതിഷേധിക്കുമ്പോഴെല്ലാം നിലനിൽപ്പിന് വേണ്ടി ഇതുപോലെ ഗുണ്ടടിക്കാറുണ്ട് അവർ. ഏതായാലും ഇതിങ്ങെത്തി. ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കാംനെയി എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരി മരിച്ചിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞ് ഒരു അനുശോചനം പോയി എഴുതിയതല്ലാതെ ഉറക്കെ ഒന്ന് ധൈര്യപൂർവ്വം അങ്ങനെ അതിർത്തി കടന്ന ഒരാളിനെ കൊന്നത് ശരിയായില്ല എന്ന് പറയാനുള്ള ഒരു മനസാക്ഷി പോലും ഇല്ലെങ്കിലും എണ്ണ കൊണ്ടുപോയിക്കോട്ടെ എന്ന് കരുതിയ ഇറാൻ്റെ മനസാക്ഷിയെ പ്രത്യേകം നമുക്ക് അഭിനന്ദിക്കണം. കാരണം നമ്മുടെ സാധനം വന്നില്ലെങ്കിൽ നമുക്കിവിടെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആവും. അങ്ങനെ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ വളരെ തന്ത്രപരമായ ചില സംഗതികൾ ഇപ്പോൾ കാർഡായി പുറത്തു വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ MP രാജേഷ് മന്ത്രി, എക്സൈസ് വകുപ്പ് മന്ത്രി പറഞ്ഞില്ലേ, ബാറിൻ്റെ സമയം നീട്ടിയതല്ല, ബാറിൻ്റെ സമയം ഏകീകരിച്ചു എന്ന് പറഞ്ഞാൽ 1 മണിയുമായി ഏകീകരിച്ച് 12 മണി വരെ ആക്കി നിർത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ അത് 1 മണി വരെ ഏകീകരിക്കും. അതുകൊണ്ടാണ് പാലാ ബിഷപ്പ് പറഞ്ഞത്, ആരെങ്കിലുമൊക്കെ ഇടപെട്ട് സ്വാധീനം ചെലുത്തി വേണ്ടത് ചെയ്താൽ ഈ സുപ്രഭാതം വരെ ഏകീകരിച്ചുകൊണ്ടേയിരിക്കും. അത് സമയം കൂട്ടിയെന്നല്ല പറയുന്നത്, ഏകീകരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജ്യത്ത് LPG ക്ഷാമമുണ്ട്. മറ്റേത് നമ്മൾ ഗ്യാസ് ബുക്കിംഗ് എന്നും പറഞ്ഞ് അടിച്ചാൽ അപ്പം തന്നെ രജിസ്റ്ററായി നമ്പരും ഒക്കെ ഇങ്ങ് വരുമായിരുന്നു. ഇപ്പം 3-4 ദിവസമായിട്ട് അടിച്ചിട്ട് വരുന്നില്ല, അടി പോകുന്നുമില്ല, അടിപടലേ കീറി കിടക്കുക. അടിച്ചിറാനെ കൊല്ലണം എന്ന് പറഞ്ഞ പല സംഘി യൂട്യൂബുകളും ഇപ്പോൾ ഒരു ചെറിയ പിടുത്തം വിട്ട് ട്രംപിനെ ചെറുതായിട്ടൊക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവിടെയും വീട്ടിൽ ഗ്യാസ് തീർന്നു, ഗ്യാസിന് പരിഹാരമൊന്നുമില്ല. പിന്നെ ആർഷഭാരതത്തിലെ ആർദ്രമായ വിറകുകൾ അടുക്കിപ്പറക്കി അമൂല്യമായി ശേഖരിച്ച് അട്ടിയിട്ട് വെച്ച് അടുപ്പ് ഊതി കത്തിക്കേണ്ടി വരും. അതിൻ്റെ പരിശീലനം ചില കേന്ദ്രങ്ങളിൽ തുടങ്ങാൻ പോകുന്നു. അത് ജിയുടെ ഒരു പ്രത്യേക പരിപാടിയാണ്. ടോർച്ചടിക്കുകയും പാത്രം കൊട്ടുകയും ഒക്കെ ചെയ്യുന്നത് പോലെ വിറക് കത്തിക്കൽ ഒരു ക്യാമ്പയിനായി അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ എന്തായാലും LPG ഏകീകരിച്ചുകൊണ്ടുള്ള ഇടവേള വർദ്ധിപ്പിച്ചു. ഗ്രാമീണ മേഖലയിൽ 45 ദിവസത്തെ ഇടവേളയും നഗരമേഖലയിൽ 25 ദിവസത്തെ ഇടവേളയുമാണ്. അല്ലാതെ LPG ക്ഷാമമുണ്ടെന്നോ കിട്ടുന്നില്ലെന്നോ അത് ഭരണപരമായ ഒരു തകർച്ചയാണെന്നോ ഒന്നും പറയാൻ പാടില്ല. ഇടവേള വർദ്ധിപ്പിച്ചു. ഇടവേള ഇനി വീണ്ടും ഇടവേള വർദ്ധിപ്പിക്കും യുദ്ധം നീണ്ടുപോയാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെങ്കിലും പ്രാർത്ഥിച്ച് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട പ്രാർത്ഥനകൾ പാവപ്പെട്ടവരാരെങ്കിലും നടത്തുകയോ അല്ലെ മാതൃഭൂമിയോട് പറഞ്ഞ് ആരെയെങ്കിലും ഇടപെടുത്തി അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.